ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലൈഫ് വിത്ത് ലിറ്റ്സ്. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് വീഡിയോസ് മാത്രമേ യൂട്യൂബിലുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എനിവേസ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഒരു ഇൻഫോർമേറ്റീവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും പവർ ഓഫ് അറ്റോർണിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. പവർ ഓഫ് അറ്റോർണി, അതായത് നമ്മളിപ്പം അബ്രോഡിൽ താമസിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു ലോണിൻ്റെ ആവശ്യം വരുമ്പോൾ, ലോണിൻ്റെ മാത്രമല്ലായിരിക്കും, കുറേ കാര്യങ്ങൾക്ക് പവർ ഓഫ് അറ്റോർണി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കിതിനെപ്പറ്റി കുറച്ച് ഇൻഫർമേഷൻ എനിക്കറിയാം ഇതിനെപ്പറ്റി. അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ലോൺ എടുക്കുമ്പോൾ, നമ്മൾ ഒരു NRI ലോൺ എടുക്കുമ്പം നമ്മുടെ ബാങ്കുകാർ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പവർ ഓഫ് അറ്റോർണി. പവർ ഓഫ് അറ്റോർണി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബാങ്കിലെ കാര്യങ്ങളൊന്നും അടുത്ത് നിന്ന് ചെയ്യാൻ പറ്റില്ല നാട്ടിൽ, ബിക്കോസ് വി ആർ ഔട്ട് ഓഫ് ഇന്ത്യ. അപ്പം ബിഹാഫ് ഓഫ് അസ്, അപ്പം നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കാം, നമ്മുടെ പേരൻസ് ആയിരിക്കാം, നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തുക. എസ്പെഷ്യലി പേരൻസ് നമ്മുടെ ബാങ്കിലെ കാര്യങ്ങൾ, അതായത് ലോൺ ട്രാൻസാക്ഷൻസും പേപ്പർ വർക്കും നോക്കി നടത്താൻ നമ്മൾ നാട്ടിലുള്ള ആൾക്ക് നമ്മൾ പവർ കൊടുക്കുകയാണ്. സോ ഇതൊരു ഡോക്യുമെൻ്റാണ്. നമ്മളിപ്പം NRI ലോൺ അപ്ലൈ ചെയ്യുമ്പം ബാങ്കുകാർ പറയും, ലൈക്ക് നിങ്ങൾ പവർ ഓഫ് അറ്റോർണി നിങ്ങളുടെ കൺട്രിയിലുള്ള എംബസിയിൽ നിന്ന് സൈൻഡ് ആൻഡ് സീൽ ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കണമെന്ന്. സോ ഇതൊരു സ്റ്റാമ്പ് പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ നോർമൽ പേപ്പർ ആയിരിക്കാം. അത് വാലിഡ് ആവുന്നത് ആ ഇന്ത്യൻ എംബസിയിൽ നിന്ന് സൈനും സീലും ചെയ്യുമ്പോഴാണ്. ആക്ച്വലി ഇതൊരു ഈസി പ്രോസസ്സാണ്. അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ചിലർ ഈ അപ്പോയിൻമെൻ്റ് എടുത്ത് ചെല്ലുമ്പോഴാണ് അവരറിയുന്നത് നമ്മുടെ ഒപ്പം 2 വിറ്റ്നസ്സിനെ കൊണ്ടുവരണം. അതായത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോയ ആൾ വിറ്റ്നസ് ഇല്ലാതെ പോകുന്നത്. കാരണം ആൾക്കറിയത്തില്ല നമ്മൾ വിറ്റ്നസ്സും കൊണ്ട് പോകണം. നമ്മൾ എംബസി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം സെക്യൂരിറ്റി നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ, വിറ്റ്നസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. വിറ്റ്നസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറയുമ്പം ചിലർക്കത് അറിയില്ല വിറ്റ്നസ്സിനെ കൊണ്ടുവരണമെന്ന്. അപ്പം അവിടുന്ന് അപ്പോയിൻമെൻറ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ തിരിച്ചു വിടും. ചിലർ വിറ്റ്നസ് വന്നാലും ഇടയ്ക്ക് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാത്തതുകൊണ്ട് അവരെ തിരിച്ചു വിടും. അങ്ങനെ വിറ്റ്നസ് ആണെങ്കിൽ ആരാണെങ്കിലും പ്രൈമറി ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ടാണ്. ഒറിജിനൽ പാസ്പോർട്ട്, നമ്മുടെ നാഷണാലിറ്റി പ്രൂവ് ചെയ്യാനുള്ളതാണ് നമ്മുടെ പാസ്പോർട്ട്. അപ്പോൾ അത് കൊണ്ടുവരണം. അതിൻ്റെ ഒരു കോപ്പി കൊണ്ടുവരാം, പക്ഷെ മെയിനായിട്ട് നമ്മൾ പാസ്പോർട്ടും കൊണ്ടുവരണം. ഈ വീഡിയോ ശരിക്കും മലയാളീസിന് മാത്രമല്ല, എന്നാലും ഞാൻ മലയാളത്തിൽ സംസാരിച്ചാലും ദിസ് വീഡിയോ ഈസ് ഓൾസോ ഫോർ ഓൾ അതർ ഇന്ത്യൻസ്, ബിക്കോസ് ഇത് മറ്റുള്ള ആൾക്കാർക്കും ഈ വീഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഇപ്പം ഈവൻ when I was going for a power of attorney, I was checking all through YouTube if I can get more information like how to do this process. But anyway, so if you want a power of attorney, first of all your bank will provide a legal document that they might send you through email, or they might send you an original document. അതായത് നിങ്ങൾക്ക് ഒരു ഒറിജിനൽ ഡോക്യുമെൻറ്റ് അവർ നാട്ടിൽ നിന്ന് അയച്ചു തരുമോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ സെൻഡ് ചെയ്യും. സോ ഈ ഡോക്യുമെൻറ്റ് നമ്മൾ കിട്ടിയെന്നുടനെ, അല്ലെങ്കിൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട്, അതായത് ഈ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ലണ്ടൻ എന്നും പറഞ്ഞ് പേജ് വരും. ഈ ഹൈ കമ്മീഷൻ ഇത് സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നതായിരിക്കാം ഈ പേജ്. അതായത് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓഫ് ലണ്ടൻ എന്ന് കാണിക്കുമ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ മെനു എന്ന് കാണിക്കും. അതായത് ഈ മെനുവിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണും. അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് മെനു എന്നുള്ളിടത്ത് കോൺസുലാർ സർവീസസ് എന്ന് കാണിക്കും. ഇവിടെ ഇത് കോൺസുലാർ സർവീസസിൽ നമുക്ക് ബുക്ക് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ഫോർ പാസ്പോർട്ട് OCI കോൺസുലാർ സർവീസസ് അങ്ങനെ കാണിക്കും. അപ്പം നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഓൾറെഡി സ്കെഡ്യൂൾ ആൻ അപ്പോയിൻമെൻറ്റ്, സെർച്ച് ഓർ പ്രിൻറ്റ് അപ്പോയിൻമെൻറ്റ് ഓർ ക്യാൻസൽ അപ്പോയിൻമെൻറ്റ്. നമുക്ക് ഈ സ്കെഡ്യൂൾ ആൻ അപ്പോയിൻമെൻറ്റിൻ്റെ അവിടെ പോയിട്ട് വേണം നമ്മളെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും. ആക്ച്വലി UK
നമുക്ക് 3 ലൊക്കേഷൻസിലാണ് ഇന്ത്യൻ എംബസി ഉള്ളത്. ഐ മീൻ ഇതൊക്കെ എനിക്കറിയാവുന്ന ഒരു ഇൻഫർമേഷനിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. എനിവേ നമ്മൾ ഈ സ്കെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റിൽ കയറുമ്പോഴത്തേക്കും ഇവിടെ ലൈഫ് സർട്ടിഫിക്കറ്റ്, പവർ ഓഫ് അറ്റോർണി, വിൽ, അഫിഡാവിറ്റ്, സ്വോൺ അഫിഡാവിറ്റ് അങ്ങനെ ഒരെണ്ണമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ലൊക്കേഷൻ. നമ്മൾ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ലൊക്കേഷനിൽ 3 ലൊക്കേഷനാണ്. ഒന്ന് എഡിൻബ്ര, ബർമിംഗ്ഹാം ആൻഡ് ലണ്ടൻ. 3 ലൊക്കേഷനാണ്. നമുക്ക് നമ്മുടെ നമുക്ക് എവിടെയാണ് അടുത്തെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ബുക്ക് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ലണ്ടനിലും പോയിട്ടുണ്ട്, ബർമിംഗ്ഹാമിലും പോയിട്ടുണ്ട്. സോ ഇപ്പം സപ്പോസ് ഞാൻ ഇതിലേതെങ്കിലും ഒരു ലൊക്കേഷൻ ഞാൻ എടുക്കുന്നു. താഴെ നമുക്ക് അവൈലബിൾ ഡേറ്റ്സ് അവർ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഈ ഗ്രീനിൽ കാണിക്കുന്ന നമ്പേഴ്സാണ് നമുക്ക് അവൈലബിൾ ഡേറ്റ്സ്. അപ്പം റാൻഡമായിട്ട് നമ്മളൊരു ഡേറ്റ്, ഇപ്പം നമ്മുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് ഒരു ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവർ ടൈമിങ്സ് ആൻഡ് സ്ലോട്ട്സ് കാണിക്കും. ആ സ്ലോട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് പിന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ടൈം എല്ലാം ഓട്ടോമാറ്റിക്കലി അവിടെ ബോക്സ് വരും. പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ അങ്ങനെയെല്ലാം കൊടുക്കുക. അപ്പോൾ കൊടുത്തിട്ട് നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇമെയിൽ ID എല്ലാം കൊടുക്കുന്നതുകൊണ്ട് ആ ഇമെയിൽ IDയിലോട്ട് നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമുക്ക് വരും. അപ്പം ഐ ഓൾസോ തിങ്ക് ദാറ്റ് നമുക്ക് വേണ്ടിയ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ നമുക്ക് മെയിൽ അയക്കുമെന്നാണ് തോന്നുന്നത്. ഈ കാര്യം എനിക്ക് അത്രയ്ക്ക് ഷുവറല്ല. ബട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ബട്ട് സോ ഈ അപ്പോയിൻമെൻറ്റ് കഴിയുന്നുണ്ട് ആ മെയിൽ വരുമ്പം ആ ഇമെയിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കണം. സോ ഈ അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സോ ഇവർ ആ ഇമെയിലിൽ സ്പെസിഫിക് ആയിട്ട് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് 15 മിനിറ്റ്സ് അപ്പോയിൻമെൻറ്റിന് 15 മിനിറ്റ്സ്. ഇപ്പം 10:45 നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ആണെങ്കിൽ മോർണിംഗ് ഒരു 10:30 ആവുമ്പോഴേലും നിങ്ങൾ അവിടെ എത്തിയിരിക്കണം. സോ അത് കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ എനി ഓഫ് ദ 3 ലൊക്കേഷൻസ് നിങ്ങൾക്ക് എടുക്കാം. സോ നെക്സ്റ്റ് നമ്മൾ ഈ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ നമുക്ക് 2 വിറ്റ്നസ് വേണം. വിറ്റ്നസ് നമ്മുടെ ബ്ലഡ് റിലേഷൻ ആയിരിക്കരുത്, നമ്മുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ആയിരിക്കരുത്. ഇറ്റ് ഷുഡ് ബി ഈദർ യുവർ ഫ്രണ്ട് ഓർ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം, നമുക്കറിയാവുന്ന ആൾ. ദാറ്റ്സ് ഓൾ വാട്ട് ദേ വാണ്ട്. നമ്മുടെ ബ്ലഡ് റിലേഷൻ ലൈക്ക് സിബ്ലിങ്സ്, പേരൻസ് അവരൊന്നും ആയിരിക്കരുത്. സോ 2 വിറ്റ്നസ് വേണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പലപ്പോഴും ചിലർ വിറ്റ്നസ് ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പം വിറ്റ്നസ് ഇല്ലാതെ വന്നാൽ അവർ ഉറപ്പായിട്ടും തിരിച്ച് വിടും. അപ്പം ഇങ്ങനെ എംബസിയിൽ പോകുമ്പോൾ ആദ്യം നമ്മുടെ തറോ ചെക്കിങ് ചെയ്യും. അവരെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ അകത്ത് കയറ്റി വിടുന്നത്. സോ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം ഈ അപ്പോയിൻമെൻറ്റിന് എന്നുള്ളത് മിസ്സലേനിയസ് ആപ്ലിക്കേഷൻ, അതായത് അവിടുന്ന് നമുക്കൊരു ആപ്ലിക്കേഷൻ തരും. ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ തരില്ല, അത് കൗണ്ടറിൽ തന്നെ തരും. നമ്മളത് മൊത്തം ഫില്ല് ചെയ്യണം. ഐ തിങ്ക് ആ മിസ്സലേനിയസ് ആപ്ലിക്കേഷൻ ഓൺലൈനിലും ഉണ്ട്, നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ബട്ട് നമുക്ക് മിസ്സലേനിയസ് ആപ്ലിക്കേഷൻ അവിടുന്ന് തരും. ഞാൻ ബർമിംഗ്ഹാമിൽ പോയപ്പം അവിടുന്ന് അവർ മിസ്സലേനിയസ് ആപ്ലിക്കേഷൻ തന്നായിരുന്നു. പക്ഷേ ലണ്ടനിലെ കാര്യം ഞാൻ ഓർക്കുന്നില്ല. ബട്ട് ആ മിസ്ലേനിയസ് ആപ്ലിക്കേഷനിൽ ഇതിപ്പം ആപ്ലിക്കൻറ്റിനുള്ള ചെക്ക് ലിസ്റ്റാണ് കേട്ടോ. മിസ്ലേനിയസ് ആപ്ലിക്കേഷനിൽ ഞാൻ ഈ പറയുന്നതെല്ലാം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ പിക്ചർ ഈ ഫോമിൻ്റെ ഞാൻ പിക്ചർ ഞാൻ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. സോ മിസ്ലേനിയസ് ആപ്ലിക്കേഷൻ അത് അവിടുന്ന് അവർ തരുന്നതായിരിക്കും. അതിൽ ഒട്ടിക്കാൻ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. നമുക്ക് കൂടെ ഇങ്ങനെ ഇപ്പം വിറ്റ്നസ് വരുവാണെങ്കിലും ആപ്ലിക്കൻ്റ് വരുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഫോട്ടോസ്, ഒരു സേഫ് സൈഡിന് വേണ്ടി കുറച്ച് ഫോട്ടോസ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. 2 ആണ് വേണ്ടത്. ബട്ട് ഇഫ് യു ബ്രിങ് മോർ, ജസ്റ്റ് ലൈക്ക് സേഫ് സൈഡ്. ഈ മിസ്ലേനിയസ് ആപ്ലിക്കേഷൻ നമ്മൾ അവിടുന്ന് ഫുൾ ഫില്ല് ചെയ്യുന്നതായിരിക്കും. സോ കോപ്പി ഓഫ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ, അതായത് നിങ്ങൾക്ക് ഒരു മെയിലിലോട്ട് ഈ അപ്പോയിൻമെൻറ്റ് എടുത്തതിൻ്റെ ഒരു കോപ്പി കിട്ടും. ആ കോപ്പി നിങ്ങൾ കൊണ്ടുവരേണ്ടതായിരിക്കും. അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ നിങ്ങളുടെ നെയിം എല്ലാം പാസ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കണം. നിങ്ങൾ അവിടെ കൊടുക്കുന്ന അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പം പാസ്പോർട്ട് നമ്പർ, നിങ്ങളുടെ നെയിം എല്ലാം കറക്റ്റ് ആയിരിക്കണം. പാസ്പോർട്ട് കോപ്പി ഓഫ് ദ എക്സിക്യൂട്ടൻറ്റ്, അതായത് ആ പാസ്പോർട്ട് നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി പാസ്പോർട്ടും നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ. സോ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ, അതായത് നിങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ടിലെ ഫസ്റ്റ് 2
പേജസും ലാസ്റ്റ് 2 പേജസും നിങ്ങൾ കോപ്പി എടുത്തിട്ട് അത് എല്ലാം നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾ തന്നെ സൈൻ ചെയ്യണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ സൈൻ ചെയ്തെടുത്ത് ഡേറ്റ് ഇട്ടാൽ മതി. സൈൻ ചെയ്യുന്നിടത്തെല്ലാം ഡേറ്റ് ഇടണമെന്നുണ്ട്. യൂഷ്വലി അതായത് ഈ പാസ്പോർട്ട് കോപ്പിയും എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അവർ വായിച്ച് നോക്കിയിട്ട് അവർ നമ്മളോട് പറഞ്ഞു തരും. പിന്നെ നമ്മുടെ വിസ സ്റ്റാറ്റസ് ഓഫ് ദ എക്സിക്യൂട്ടീവ്, അതായത് വിസ സ്റ്റാറ്റസ് ഓഫ് എക്സിക്യൂട്ടീവ് വെച്ചാൽ നമ്മുടെ BRP കാർഡ് അതിൻ്റെ ഒരു കോപ്പി കൊണ്ടുവന്നില്ലെങ്കിൽ നല്ലതായിരിക്കും. സോ വിസ BRP കാർഡ് ആൻഡ് പ്രൂഫ് ഓഫ് റെസിഡൻസ്, അതായത് നിങ്ങൾ പ്രൂഫ് ഓഫ് റെസിഡൻസ് കൊണ്ടുവരിക്കണം. അത് യൂട്ടിലിറ്റി ബില്ലായിരിക്കാം, നിങ്ങൾ താമസിക്കുന്നിടത്തെ വീടിൻ്റെ ബില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ നിങ്ങൾ അഡ്രസ്സ് വരുന്ന പോലെ ഇപ്പം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ കുറേ ബിൽസ് ഉണ്ടായിരിക്കില്ല, ഇപ്പം ടാക്സിൻ്റെ ബില്ലായിരിക്കാം, അതിലെല്ലാം നിങ്ങളുടെ ഒരു അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അത് കൊണ്ടുവരിക. പിന്നെ കോപ്പി ഓഫ് ദ വിറ്റ്നസ്, അതായത് പാസ്പോർട്ട് കോപ്പി ഓഫ് ദ വിറ്റ്നസ്സസ്, അത് 2 വിറ്റ്നസിൻ്റെയും പാസ്പോർട്ട് കോപ്പി കൊണ്ടുവരിക. പാസ്പോർട്ട് മെയിനാണ്, ഒറിജിനൽ പാസ്പോർട്ട് മെയിനാണ്, അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി മെയിനാണ്. അതുപോലെ തന്നെ വിറ്റ്നസസിൻ്റെയും വിസ സ്റ്റാറ്റസ്, അതായത് ബ്രിട്ടീഷ് റെസിഡൻസ് പെർമിറ്റ്, അത് കൊണ്ടുവന്നിരിക്കണം. അതിൻ്റെ കോപ്പിയും കൊണ്ടുവന്നിരിക്കണം. കോപ്പി സബ്മിറ്റ് ചെയ്യാനൊന്നും പറയത്തില്ലായിരിക്കും, പക്ഷെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു കോപ്പി എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു സേഫ് സൈഡിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഒറിജിനൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോപ്പീസ് ഇതിൻ്റെ എല്ലാ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം. പിന്നെ പവർ ഓഫ് അറ്റോർണി നിങ്ങൾ കൊണ്ടുവരിക. ഒറിജിനൽ പവർ ഓഫ് അറ്റോർണി ആൻഡ് 1 സെറ്റ് ഓഫ് ഫോട്ടോ കോപ്പി. അതായത് നിങ്ങളുടെ പവർ ഓഫ് അറ്റോർണിയുടെ ഒറിജിനലും ഒരു ഫോട്ടോ കോപ്പി 2 നിങ്ങൾ കൊണ്ടുവരണം. ഈ പവർ ഓഫ് അറ്റോർണിയിൽ ബേസിക്കായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ നെയിം, നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, നിങ്ങൾ ഇന്ത്യയിൽ ഇന്ന അഡ്രസ്സിൽ റിസൈഡ് ചെയ്യുവാന്ന്, ഇവിടെ UK ഇന്ന അഡ്രസ്സിൽ റിസൈഡ് ചെയ്യാമെന്നും ഉണ്ടായിരിക്കും. അത് ആക്ച്വലി ബാങ്കുകാരാണ് അത് മൊത്തം ടൈപ്പ് ചെയ്യുന്നത്, സോ ദേ നോ ഇറ്റ്. അതുപോലെ തന്നെ ഇന്ന അഡ്രസ്സിലാണ് ഞാൻ റിസൈഡ് ചെയ്യുന്നത്, അപ്പം എൻ്റെ പേരൻ്റായ ഇന്ന ആളെ ഞാൻ ഈ ലോണിൻ്റെ ആവശ്യത്തിന് പവർ ഓഫ് അറ്റോർണി ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. അത് അറിയാത്തവർക്ക് ഞാൻ പറയുന്നതാണ്. സോ ഇതിൻ്റെ എല്ലാം കോപ്പി, അത്രയും കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഓർഡറിലാണ് അവിടുന്ന് ചോദിക്കുന്നത്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളവിടെ പോയിട്ട് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഞാനിപ്പം പറഞ്ഞ അതേ ഓർഡറിൽ അവർ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറയും. ചിലപ്പോൾ അവർ ചെക്ക് ലിസ്റ്റ് തരും. ആ ചെക്ക് ലിസ്റ്റ് അവിടുന്ന് കിട്ടിയ ചെക്ക് ലിസ്റ്റാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ വായിക്കുന്നത്. അപ്പം വിറ്റ്നസ്, ഇനിയും ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അപ്ലിക്കൻറ്റ്, അതായത് അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ആൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പം ആ ആളുടെ ഡോക്യുമെൻറ്റിൽ ഈ വിറ്റ്നസിൻ്റെ വിസ സ്റ്റാറ്റസ് അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യണം. ഈ പറഞ്ഞ ഓർഡറാണ്, ഞാനത് എന്തായാലും മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി വിറ്റ്നസ് എന്താണ് കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വിറ്റ്നസിൻ്റെ പേര് സ്ട്രിക്ട്ലി ആസ് പെർ പാസ്പോർട്ട്, പിന്നെ വിറ്റ്നസിൻ്റെ പാസ്പോർട്ട് നമ്പർ, വിറ്റ്നസ് ജസ്റ്റ് നമ്മളവിടെ പേരെഴുതുന്നു, വിറ്റ്നസ് സൈൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പാസ്പോർട്ട് ഫോട്ടോ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ്. കാരണം ഐ തിങ്ക് ലണ്ടൻ എംബസിയിൽ പാസ്പോർട്ട് ഫോട്ടോ ചോദിച്ചായിരുന്നു, ഇവിടുത്തെ എംബസിയിൽ ചോദിച്ചില്ല. വിറ്റ്നസിൻ്റെ പാസ്പോർട്ട് ഫോട്ടോ ചോദിച്ചില്ല. ബട്ട് എനിവേ വിറ്റ്നസും ഫോട്ടോസ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. വിറ്റ്നസിൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് ആൻഡ് UK അഡ്രസ്സ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ല് അല്ലെങ്കിൽ ടാക്സ് ബില്ല് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഏതിലും നിങ്ങളുടെ അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു വാലിഡ് അഡ്രസ് പ്രൂഫാണ്. പാസ്പോർട്ട് നമ്പർ, പിന്നെ നിങ്ങളുടെ സൈൻ ആസ് പെർ പാസ്പോർട്ട്, നിങ്ങൾ പാസ്പോർട്ടിൽ എന്ത് സൈൻ ഇട്ടോ ആ സൈൻ തന്നെ, പിന്നെ നിങ്ങളുടെ ഡേറ്റ്. അതായത് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ അപ്ലിക്കൻറ്റ് 18 to 20 പൗണ്ട് നിങ്ങൾ ക്യാഷായിട്ട് കൊണ്ടുവരണം. കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. 18 pounds ആസ് ക്യാഷ്, യു ഹാവ് ടു ബ്രിങ് 18 pounds ആസ് ക്യാഷ്. കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ പവർ ഓഫ് അറ്റോർണി, ഇത് നമ്മൾ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്ന് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യും. അവിടുന്ന് നമുക്ക് പറഞ്ഞു തരും, അതായത് അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സീക്വൻസ് പറഞ്ഞു തരും.
ആ സീക്വൻസിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ അത് മൊത്തം ചെക്ക് ചെയ്തിട്ട് എവിടെ എറർ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു തരും. ഇത് ഇവിടെ സൈൻ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ഡേറ്റ് ഇടണം എന്ന് പറഞ്ഞു തരും. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ ഡോക്യുമെൻ്റ് ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് നെയിം, ആപ്ലിക്കൻറ്റിൻ്റെ പേരും പിന്നെ അങ്ങനെ അഡ്രസ്സും, അത് കഴിഞ്ഞ് 2 വിറ്റ്നസ്സിൻ്റെയും താഴെ പേരും അഡ്രസ്സും എഴുതുന്നു, ഫോട്ടോസോ ഒട്ടിക്കുന്നു. പിന്നെ അവിടുത്തെ ഓഫീസർ വന്ന് അത് സൈൻഡ് ആൻഡ് സീൽ, അതായത് ക്രോസ് ചെക്ക് ചെയ്യും. പാസ്പോർട്ട് വെച്ച് അപ്ലിക്കൻറ്റിനെയും 2 വിറ്റ്നസ്സിനെയും ക്രോസ് ചെക്ക് ചെയ്തിട്ട് സൈൻ ആൻഡ് സീൽ ചെയ്യും. സോ ഇഫ് യു ഗോട്ട് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ്ലി, അല്ലെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കൊണ്ടുവന്നെങ്കിൽ അതുപോലെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് യു വിൽ ഗെറ്റ് ദാറ്റ് സ്ട്രെയിറ്റ് അവേ. അതായത് നമ്മളിപ്പം അവിടെ ചെന്ന് കുറച്ച് വെയിറ്റ് ചെയ്യണം, കാരണം കുറേ പേര് കാണും, ലൈക്ക് കുറേ ആൾക്കാർ കാണും. എല്ലാവരുടെയും ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ബട്ട് ഇറ്റ്സ് എ 1 day പ്രോസസ്സ്. നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ, ഐ മീൻ അന്ന് തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കിട്ടും. സോ ആ ഡോക്യുമെൻ്റ് അതുപോലെ തന്നെ നമ്മൾ അയച്ചു കൊടുക്കുക നാട്ടിലോട്ട്. ഇവിടെ ചെക്ക് ലിസ്റ്റിൽ എഴുതിയേക്കുന്ന യൂഷ്വൽ പവർ ഓഫ് അറ്റോർണി അറ്റസ്റ്റേഷൻ ഈസ് അറൗണ്ട് 120 minutes എന്ന്, അതായത് 120 മിനിറ്റ് എടുക്കും ഏകദേശം. ഇറ്റ്സ് ലൈക്ക് 2 hours. സോ എല്ലാം കറക്റ്റായിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം 2 പ്രാവശ്യം ചെയ്തിട്ടും അവിടെ ലൈക്ക് ദേ വർ റിയലി കോപ്പറേറ്റീവ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് വിറ്റ്നസ് വരാൻ കുറച്ച് ലേറ്റായി, പക്ഷെ വിറ്റ്നസ് എല്ലാവരും അങ്ങനെ സമ്മതിക്കണം, എല്ലാ ദിവസവും അങ്ങനെ സമ്മതിക്കണമെന്നില്ല. കറക്റ്റ് ടൈമിൽ വരുവാണെങ്കിൽ അത്രയും നല്ലത്. സോ ഇതാണ്. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നേക്കുന്നത്. കാരണം ഞാൻ കണ്ടതും എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളും പിന്നെ ഈ ചെക്ക് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇത് ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കുറേ പേര് നമ്മൾ പ്രത്യേകിച്ച് ഈ ആവശ്യത്തിന് വേണ്ടി എംബസിയിൽ വരുന്നുണ്ട്. ഞാൻ പോയപ്പോൾ 2 പ്രാവശ്യം ലൈക്ക് എംബസി വാസ് ഫുൾ. there were a lot of people who wants this document, not only this document, അവരുടെ പല ആവശ്യങ്ങൾക്ക്. പക്ഷെ അതിനകത്ത് ഞങ്ങൾ മീറ്റ് ചെയ്ത പലർക്കും പവർ ഓഫ് അറ്റോർണി ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. സോ ഈ കോപ്പീസ് എല്ലാം ദയവ് ചെയ്ത് നിങ്ങൾ ആ അപ്പോയിൻമെൻറ്റിന് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ കിട്ടും. എന്നിട്ട് അതേപാടെ ആ ഡോക്യുമെൻറ്റ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക. സോ ദാറ്റ്സ് ഓൾ. വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആ കമൻസിൽ ചോദിക്കാം. എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ഞാൻ എന്താ പറയുക, കുറേ പേര് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അറിയാതെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അവരെ കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഇറക്കുന്നത്. ഈവൻ ഫസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട് എ ബിഗ് സ്ട്രഗിൾ, ബിക്കോസ് ഐ ഹാഡ് മൈ ഫ്രണ്ട് വിത്ത് മീ ടു ടെൽ എവറിത്തിങ്. ബട്ട് ആരെങ്കിലും ആദ്യമായിട്ട്, അതായത് ആരും പറഞ്ഞു തരാനില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ കമൻറ്റ് ബിലോ ഓർ യു ക്യാൻ വാച്ച് ത്രൂ ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ എല്ലാം തന്നെ കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട് യു ക്യാൻ കമൻറ്റ് ബിലോ. ആൻഡ് ഇഫ് ഐ നോ, അതായത് എല്ലാം എനിക്കറിയാവുന്നതല്ല, എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ പവർ ഓഫ് അറ്റോർണിയുടെ കുറച്ച് കാര്യങ്ങൾ, കാരണം ഞാൻ 2 പ്രാവശ്യം പോയോണ്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നുള്ളൂ. സോ you can comment below, and if I know, I'm more than happy to help you. But anyway, thank you for watching this video, and if you have not subscribed my channel, like, share, subscribe, and thank you so much for watching. That's it. Bye.